21 മാസങ്ങളായി കലാപം നടക്കുന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നിലവിലുള്ള നിയമസഭയെ നിർവീര്യമാക്കിക്കൊണ്ട് ആണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നിയമസഭ ഉണ്ടായിരിക്കുകയും എന്നാൽ നിയമസഭയ്ക്ക് അധികാരങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥ, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മണിപ്പൂർ മാറി. മോദി ഭരണത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പിടിപ്പുകേട് ആണ്, അതിനുദാഹരണമാണ് മണിപ്പൂർ. കാരണം രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം, അത് പരിഹരിക്കാൻ, അത് വംശീയ കലാപമായി പടരാതിരിക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ല. 21 മാസത്തോളം അവിടുത്തെ മുഖ്യമന്ത്രിയെ നിലനിർത്തുന്നതിലായിരുന്നു സർക്കാരിന് താൽപ്പര്യം. ഒരു വട്ടം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോയില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നേരിട്ട് ഇടപെട്ടില്ല. എല്ലാം ഏൽപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബിരേൻ സിംഗ് പക്ഷപാതപരമായി, മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗ് പക്ഷപാതപരമായി പെരുമാറി എന്നാണ് കുക്കികളുടെ പരാതി. കാരണം മെയ്തികളുടെ വിഭാഗത്തിനോട് മുഖ്യമന്ത്രി അനുകൂലമായ സമീപനവും കുക്കികളോട് പ്രതികൂലമായ സമീപനവും സ്വീകരിച്ചു എന്നതാണ് വലിയ വിഷയം. ഈ കലാപങ്ങളെല്ലാം ആരംഭിച്ചത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടാണ്. മെയ്തി വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ വിധി, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത്. അതിനെതിരെയാണ് കുക്കി എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ കലാപത്തിന് രംഗത്ത് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ സർക്കാരിന് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മണിപ്പൂരിൻ്റെ ഒരു വലിപ്പം നോക്കിയാൽ കേരളത്തിലെ 2 ജില്ലകളുടെ വലിപ്പം മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിലെ ജനജീവിതത്തെ പോലും നിയന്ത്രിക്കാനും അവർക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും BJPയുടെ മണിപ്പൂർ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞില്ല എന്നുള്ളത് അതീവ ഗുരുതരമാണ്. അപ്പോഴാണ് ഉക്രൈൻ പ്രശ്നത്തിൽ വരെ ഇടപെട്ടുകൊണ്ട് മോദി ലോകഗുരുവാണ് എന്ന് അവകാശപ്പെടുകയും BJPക്കാർ അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡൽഹിയിൽ അധികാരം കിട്ടിയിട്ടും ദിവസങ്ങൾ എത്ര കഴിഞ്ഞു, ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയെ കണ്ടെത്തി ഡൽഹി ഭരണം ഏറ്റെടുക്കാൻ ഇനിയും BJPക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിജയങ്ങൾ ഉണ്ടായിട്ടും മണിപ്പൂരും ഡൽഹിയും എല്ലാം തന്നെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് BJP എന്ന് വേണം കരുതാൻ.